സ്പോട്ട് ലൈവ് തുടരുന്നു. മുഷ്ടി ചുരുട്ടി തലക്കിടിച്ചു, ചുണ്ടുകളിൽ പരിക്കേൽപ്പിച്ചു, മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ഒരു യുവതി ഭർത്താവിൽ നിന്ന് നേരിട്ട ക്രൂരമായ പീഡനങ്ങളാണിത്. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരൻ രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യുവതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. രാഹുലിനെതിരെ പന്തിരാങ്കാവ് പോലീസ് ചുമത്തിയത് നിസ്സാര വകുപ്പുകളെന്നും പരാതിയിൽ പറയുന്നു. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, ഒരാഴ്ച മുൻപ് നടന്ന സംഭവമാണ്. ഈ യുവതിയുടെ എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയായ യുവതിയും കോഴിക്കോട് പന്തിരാങ്കാവ് സ്വദേശിയായ രാഹുലും തമ്മിലുള്ള വിവാഹം നടന്ന ഒരാഴ്ച മുൻപാണ്. ഈ ഒരാഴ്ച കാലയളവിനിടെ സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായി വേട്ടയാടപ്പെട്ട ഒരു പെൺകുട്ടി പിന്നീട് അവരുടെ വീട്ടിൽ, ഈ ഭർത്താവിന്റെ വീട്ടിൽ അടുക്കള കാണൽ ചടങ്ങ് നടത്തിയപ്പോഴാണ്, അതിനെത്തിയപ്പോഴാണ് കുടുംബം, ഈ പെൺകുട്ടിയുടെ കുടുംബം, മാതാപിതാക്കള് ഈ പരിക്കേറ്റ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് പോലീസിൽ പരാതി പറഞ്ഞു. പക്ഷെ പരാതിപ്പെട്ടിട്ടും ഇത് കാര്യമായ രീതിയിൽ ഈ പരിക്കുകൾ പരിശോധിച്ചില്ല, വധശ്രമത്തിന് കേസെടുത്തില്ല എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണം ഇപ്പോൾ പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് കുടുംബത്തിന്റെ നീക്കങ്ങൾ? മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ടല്ലോ. ടോം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപുണ്ടായ ഈ സംഭവത്തിൽ, കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന ഈ സംഭവത്തിൽ പോലീസ് വേണ്ട വിധം പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇതിന് മർദ്ദനത്തിന് ഇരയായ വധുവിന്റെ പരാതി. ഇത് കാണിച്ചിട്ടാണ് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കും പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ മെയ് 5-ാം തീയതിയാണ് ഈ പരാതിക്കാരിയായ പെൺകുട്ടിയും പന്തിരങ്കാവ് സ്വദേശി രാഹുലും തമ്മിലുള്ള വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. അതിനുശേഷം 9-ാം തീയതി പെൺകുട്ടിയുടെ വീട്ടിലുള്ള വിരുന്നു സൽക്കാര ചടങ്ങിൽ ഇവർ രണ്ടുപേരും പങ്കെടുക്കുന്നു. ഈ 8-ാം തീയതി വരെ, അതല്ലെങ്കിൽ 9-ാം തീയതി വരെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്നത് വരെ ഈ എതിർകക്ഷിയായ രാഹുലിന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം തന്നോട് പെരുമാറിയത് എന്നാണ് പരാതിക്കാരി ആദ്യം അവകാശപ്പെടുന്നത്. അതിനുശേഷമാണ്, അതായത് 12-ാം തീയതി അടുക്കള കാണൽ എന്ന ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ബന്ധുക്കളും എല്ലാവരും 30ഓളം ആളുകൾ വീട്ടിലെത്തുന്നത്. തുടർന്നാണ് പെൺകുട്ടി ക്രൂരമായ മർദ്ദനത്തിനാണ് ഇരയായത് എന്ന് മനസ്സിലാക്കുന്നത്. ഇതേ തുടർന്ന്, അതായത് പെൺകുട്ടിയോട് ചോദിക്കുന്നു എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ വീട്ടുകാരോടും പറയുന്നത് ബാത്റൂമിൽ വീണതാണെന്നാണ്. പെൺകുട്ടി ബോധരഹിതയായി വീഴുകയും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയും ബോധം തെളിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞതും ബാത്റൂമിൽ വീണതാണ് എന്ന് വേണം എല്ലാവരോടും പറയാൻ, ഇല്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് രാഹുലും അമ്മയും സഹോദരിയും ഭീഷണിപ്പെടുത്തി എന്ന് ആണ് പരാതിയിൽ പെൺകുട്ടി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, വിവാഹം മാട്രിമോണിയിലൂടെ കണ്ടെത്തി ഉറപ്പിച്ച ഒരു വിവാഹമാണ്. അതിനുശേഷം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തന്നോട് തമാശയായി എന്തൊക്കെയാണ് നിന്റെ വീട്ടുകാർ എനിക്ക് തരാൻ പോകുന്നത് എന്ന് രാഹുൽ തമാശയോടെ ചോദിക്കുമായിരുന്നു. ഇത് തന്നെ രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും ഇത് തന്നെ ചോദിക്കുന്നത്, പുതിയ കാർ കൊണ്ടുവരുമായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെങ്കിൽ പോലും കല്യാണത്തിന് മുൻപ് വിവാഹ ചെലവ് എന്ന തരത്തിൽ 2.5 ലക്ഷം രൂപ വീട്ടുകാരോട് ആവശ്യപ്പെടുകയും അവരത് 4-ാം തീയതി തന്നെ, അതായത് വിവാഹത്തിന് തലേ ദിവസം തന്നെ ആ തുക കൈമാറുകയും ചെയ്തിരുന്നു. പിന്നെ പെൺകുട്ടിയുടെ ഉടൻ തിരികെ എത്താം. ഇപ്പോൾ ആ യുവതിയുടെ പിതാവ് സ്പോട്ട് ലൈവിൽ തത്സമയം ചേരുന്നുണ്ട്. ഈ ഒരു സംഭവം, ഇപ്പോൾ താങ്കളുടെ മകൾ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ നേരിട്ട ക്രൂര പീഡനത്തെക്കുറിച്ച് കേട്ട് കേരളം ഇങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. കാരണം ക്രൂരമായ പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്ന അവസ്ഥ. ഇത് അറിഞ്ഞ ഉടൻ തന്നെ മകളെയുമായി തിരികെ വീട്ടിലേക്ക് വന്ന അച്ഛൻ്റെയൊക്കെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണഗതിയിൽ സാധാരണ മാതാപിതാക്കൾ പറയും, ഇതൊക്കെ സഹിച്ച് നിങ്ങൾ വീട്ടിൽ കഴിയേ, അത് മാനഹാനി അല്ലെങ്കിൽ കുടുംബത്തിന് വലിയ നാണക്കേട് ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ളൊരു മാതാപിതാക്കളുടെ കാലഘട്ടത്തിലാണ് നിങ്ങൾ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിച്ചത്, മകളെയുമായി കൂട്ടിക്കൊണ്ടു പോകുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നീതി കിട്ടിയില്ല എന്നൊരു ആക്ഷേപം അങ്ങ് ഉന്നയിക്കുന്നുണ്ടല്ലോ. നിസാര വകുപ്പുകൾ മാത്രമാണ് രാഹുലിനെതിരെ ചുമത്തിയതെന്ന്. ഈ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും അടക്കം പരാതി നൽകാനുള്ള സാഹചര്യം എന്താണ്? അത് മെയ് 5-ാം തീയതിയാണ് എന്റെ മകളുടെ വിവാഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. ഹലോ,
ഹലോ. കേൾക്കാം പറഞ്ഞോളൂ. മെയ് 5-ാം തീയതിയാണ് കേൾക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് എന്റെ മകളുടെ വിവാഹം നടന്നത്. ആ വിവാഹത്തിന് ശേഷം ഇവർ വരന്റെ വീട്ടിലേക്ക് കോഴിക്കോടേക്ക് പോവുകയും പിന്നീട് 9-ാം തീയതിയാണ് എന്റെ വീട്ടിൽ ഒരു റിസപ്ഷൻ നടത്തിയത്. ആ റിസപ്ഷനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവർ 8-ാം തീയതി രാത്രി എന്റെ വീട്ടിൽ വരികയും 9-ാം തീയതി റിസപ്ഷനിൽ പങ്കെടുത്തതിന് ശേഷം 10-ാം തീയതി രാത്രി ഇവർ തിരിച്ചു പോവുകയും കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഞങ്ങള് 12-ാം തീയതി ഒരു വീട് കാണൽ അല്ലെങ്കിൽ അടുക്കള കാണൽ എന്ന് പറഞ്ഞ ചടങ്ങുണ്ട്. ആ ചടങ്ങിൽ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ 12-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് ഞങ്ങൾ ഈ വരന്റെ വീട്ടിൽ ചെന്നു. സ്വാഭാവികമായിട്ട് എന്റെ മകൾ ഞങ്ങളെ കാത്ത് നിൽപ്പുണ്ടായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവളെ കണ്ടില്ല. എങ്കിലും ഞങ്ങൾ കൊണ്ടുപോയ മധുര പലഹാരങ്ങളൊക്കെ അവിടെ താഴെ ഇറക്കി വെച്ചിട്ട് മകളെ അന്വേഷിച്ചു. അപ്പോ മകള് ഇങ്ങനെ ഡ്രസ് ചെയ്യുകയാണ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മകൾ വന്നു. മകൾ കണ്ടപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം അവളുടെ മുഖം അത്ര വികൃതമായിരുന്നു. മകളെ അടുത്ത് വിളിച്ചിരുത്തി ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ബാത്റൂമിൽ വീണതാണ് എന്ന്. അപ്പൊ നെറ്റിയിൽ വലിയൊരു മുഴയുണ്ടായിരുന്നു. ബാത്റൂമിൽ വീണതാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോയെന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ പോയിരുന്നു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എക്സ്റേ എടുത്തോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു. ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് മകളോട് വീണ്ടും ചോദിച്ചു. സത്യം തുറന്നു പറയാൻ പറഞ്ഞു. അങ്ങനെ അവൾ സത്യം തുറന്നു പറയും. അതായത് ഈ മുഴ രാഹുൽ എന്നെ കൈ കൊണ്ട് ഈ മുഷ്ടി കൊണ്ട് കൈ മുഷ്ടി ചുരുട്ടി എന്നെ ഇടിച്ചതാണ്. അവിടെ മാത്രമല്ല തലയുടെ പല ഭാഗങ്ങളിലും അതേപോലെ ഇടിച്ചു. പിന്നീട് ഈ മൊബൈലിന്റെ ചാർജർ അതിന്റെ വയറുണ്ടല്ലോ അതുകൊണ്ട് കഴുത്തിൽ ചുറ്റി വലിച്ചു. പിന്നെ കുനിച്ചു നിർത്തി പുറത്ത് ഇടിച്ചു. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ വീണ്ടും അവൻ വലിച്ച് കൊണ്ടുവന്നിട്ട് ബെൽറ്റിനടിക്കുകയാണ്. ബെൽറ്റിനടിച്ചു. ഞാൻ അവിടെ വെച്ച് മകളോട് പറഞ്ഞു നിർത്തു, മതി. ആ വീട്ടുകാരോട് പറഞ്ഞു എന്റെ മകളെ ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിർത്തുന്നില്ല എന്ന് പറഞ്ഞ് മകളെയും കൂട്ടി ഞങ്ങൾ നേരെ പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ പരാതി കൊടുത്തു. ആ അതിക്ക് തൊട്ട് മുമ്പായിട്ട് ഫറൂഖ് താലൂക്ക് ആശുപത്രിയിൽ ഈ മകളെ ചികിത്സയ്ക്ക് വിധേയമാക്കി. അവിടുത്തെ ഡോക്ടറുടെ ഇന്റിമേഷൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം അവർ FIR തയ്യാറാക്കി. ഞങ്ങൾ 1.5 മണിക്കാണ് ഈ പോലീസ് സ്റ്റേഷനിൽ വന്നത്. ഒരു 7 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയും ചെയ്തു. പിന്നീടാണ് ഞങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് വനിതാ കമ്മീഷന്. അപ്പൊ ഏതൊക്കെ വകുപ്പ്? പന്തീരാങ്കാവ് പോലീസ് നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ഗാർഹിക പീഡന കുറ്റം മാത്രമാണോ ചുമത്തിയിരിക്കുന്നത്? രാഹുലിനെതിരെ മാത്രമാണോ ഈ കുറ്റം കേസെടുത്തിരിക്കുന്നത്, അതോ മാതാപിതാക്കൾക്കെതിരെയും ഉണ്ടോ? രാഹുലിന് എതിരാണ് കേസെടുത്തിരിക്കുന്നത്. അത് നിസ്സാരമായിട്ടുള്ള ഒരു വകുപ്പായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് 307 എടുക്കും എന്നാണ്. പക്ഷെ അതല്ല, 324A ഗാർഹിക പീഡനം എന്നുള്ള ഇതിലാണ് യഥാർത്ഥത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ അത് ഇത്രയും കുറ്റം ചെയ്ത ഒരു ആൾക്ക് ആ ശിക്ഷ പോരാ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഈ രാഹുലിന്റെ വർദ്ധിച്ചത് രാഹുൽ മാത്രമാണോ? രാഹുലിന്റെ അമ്മ മറ്റു കുടുംബാംഗങ്ങൾ ആരുടെങ്കിലും ഭാഗത്ത് നിന്ന് മോൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്നു? അതെ, പുറത്തു പോയിട്ട് ഒരു 2 മണിക്ക് രാത്രി 2 മണിക്ക് ശേഷമാണ് ഇവർ ഈ വീട്ടിലേക്ക് വന്നത്. ഒരു ഫംഗ്ഷന് പങ്കെടുക്കാൻ പോയി എന്നാണ് പറയുന്നത്. ആ വന്ന സമയത്ത് ഈ രാഹുലിന്റെ അമ്മയുടെ മുറിയിലേക്ക് വിളിച്ച് വരുത്തി റൂം അടച്ച് 1 മണിക്കൂറോളം സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ മർദ്ദനം ഇവർ നടത്തിയത്. അപ്പൊ അമ്മയ്ക്ക് നല്ലൊരു റോള് ഇതിലുണ്ട്. അതായത് മകളോട് ഇടയ്ക്ക് പറയുമായിരുന്നു എന്റെ മകൻ ഇതിൽ കൂടുതൽ സ്ത്രീധനം കിട്ടുമായിരുന്നു, കാറ് കിട്ടുമായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ സഹോദരിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് രാഹുലും രാഹുലിന്റെ അമ്മയ്ക്കും സഹോദരിക്കും എതിരായിട്ടാണ് നമ്മൾ പരാതി കൊടുത്തിരിക്കുന്നത്. വനിതാ കമ്മീഷൻ ആലുവ SP-ക്കും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്ത്രീധനം മാത്രമാണോ ഈ മകളെ മർദ്ദിക്കാനുള്ള കാരണം? സ്ത്രീധനം മാത്രമാണ്? അവരങ്ങനെ നിങ്ങളോട് ഈ വിവാഹത്തിന് മുൻപ് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നോ? വിവാഹത്തിന് മുമ്പ് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല. എങ്കിലും
തമാശ രൂപത്തിൽ എന്റെ മകളോട് ഇവൻ ചോദിച്ചിട്ടുണ്ട്, നിന്റെ അച്ഛൻ എന്ത് തരും എന്ന്. അവളൊന്നും അതിന് മറുപടി പറഞ്ഞില്ല. ഇത്ര വേണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കൊടുത്തതനുസരിച്ചിട്ട് അവർക്ക് പോരാ എന്ന ചോദ്യത്തിലുണ്ട്. പിന്നെ ഈ വർദ്ധിച്ച സമയത്ത് അവൻ പൂർണ്ണമായിട്ടും മദ്യലഹരിയിലായിരുന്നു. അതാണ് സ്വബോധം നഷ്ടപ്പെട്ട പോലെയൊക്കെ എനിക്ക് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇവിടെ വന്നു. എന്തായാലും ഇപ്പോൾ ഈ പോലീസിൽ നിന്ന് ഒരു ഗുരുതരമായ വകുപ്പുകൾ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന് പറയുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷൻ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടോ? ഒരു നീതി കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഞങ്ങൾക്ക് മുഖ്യമന്ത്രി നല്ലൊരു തീരുമാനമെടുക്കുമെന്ന് പ്രതീക്ഷയുണ്ട് വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടലെല്ലാം ഉണ്ടായോ? നിങ്ങൾ പരാതി കൊടുത്തിട്ട് എത്ര സമയമായി? ആരെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? തിരികെ ബന്ധപ്പെട്ടിരുന്നോ? 2 മണിക്കൂറിന് മുമ്പാണ് ഞങ്ങൾ ഈ വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രിക്കും ഇമെയിലായിട്ട് ഈ പരാതി അയച്ചിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. വളരെയധികം നന്ദി. എന്തായാലും താങ്കളുടെ ആ ഒരു സമീപനം, നിങ്ങളുടെ കുടുംബത്തിന്റെ സമീപനം മാതൃകാപരമാണ്. കാരണം ഇതേ രീതിയിൽ നിരവധി പെൺകുട്ടികൾ ഭർത്തൃവീടുകളിൽ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് ജീവിക്കുന്നുണ്ട്. പലപ്പോഴും മാതാപിതാക്കളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളും പറയും ഇതൊക്കെ സഹിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ചില അമ്മമാർ പറയും ഞങ്ങളുടെ ജീവിതവും ഇതേ രീതിയിലായിരുന്നു, ഇതൊക്കെ സഹിച്ചൊക്കെ ജീവിക്കേണ്ടതാണ് പെൺമക്കളെന്ന് പറഞ്ഞ് അവരെ പലപ്പോഴും കൊലക്കളത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള വിസ്മയുടെയും ഉത്രയുടെയും മറ്റും അനുഭവങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ ഒരു അച്ഛൻ കാണിച്ച ധൈര്യമാണ്, ധീരമായിട്ടുള്ള ഇടപെടലാണ് മകളെ വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷിച്ചത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും കുടുംബം ശക്തമായ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിലവിൽ പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത് രാഹുലിനെതിരെ മാത്രമാണ്. കുടുംബാംഗങ്ങൾക്കെതിരെയും നടപടി വേണമെന്നാണ് അച്ഛൻ ആവശ്യപ്പെടുന്നത്. എങ്ങനെ ഉള്ള, അതായത് ഈ അവർക്കെതിരെയും ഇതേ രീതിയിൽ വധശ്രമത്തിന് കേസെടുക്കണമെന്നാണോ ഈ കുടുംബത്തിന്റെ ആവശ്യം, ഈ പെൺകുട്ടിയുടെ ആവശ്യം? പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിൽ പറയുന്നത് രാഹുലിനൊപ്പം അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും ഇതിന് ഈ മർദ്ദനത്തിൽ പങ്കുണ്ട്. മർദ്ദിച്ചു എന്നല്ല, പെൺകുട്ടി അവർ മർദ്ദിച്ചു എന്നല്ല, പക്ഷേ രാഹുൽ ഇവരെ ക്രൂരമായി മർദ്ദിക്കുന്ന സമയത്തൊന്നും തടുക്കാനോ അതല്ലെങ്കിൽ രാഹുലിനെ കൂടുതൽ ഇതിലേക്ക് കൂടുതൽ തീക്ഷ്ണമായി മർദ്ദനമുറ അഴിച്ചുവിടുന്ന തരത്തിൽ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പ്രകോപിക്കുകയാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്ത് മാത്രമല്ല പന്തീരങ്കാവ് പോലീസ് രാഹുലിനെതിരെ മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ ഗാർഹിക പീഡന കേസുകളിൽ സാധാരണയായി ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അതിന് പ്രകോപനം ഉണ്ടാക്കിയ ആളുകൾ അല്ലെങ്കിൽ അതിന് കാരണക്കാരായ ആളുകൾ, അതിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ കേസിൽ പ്രതി ചേർക്കുന്ന ഒരു രീതി കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും കണ്ടില്ല. വളരെ നിസ്സാരമായ വകുപ്പുകൾ ചുമത്തി ഗാർഹിക പീഡന കേസ് എന്ന് മാത്രമാണ് പന്തീരങ്കാവ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ 307 വേണം, അതല്ലെങ്കിൽ വധശ്രമത്തിനുള്ള നടപടികൾ അല്ലെങ്കിൽ കേസ് എടുക്കണം എന്ന ആവശ്യമാണ് പെൺകുട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കാരണം തന്റെ കഴുത്തിൽ ഫോണിന്റെ ചാർജിന്റെ കേബിൾ മുറുക്കി വലിക്കുകയുണ്ടായി, തനിക്ക് ശ്വാസം മുട്ടുന്ന സാഹചര്യം ഉണ്ടായി. അത് തന്റെ വിരലുകൾ അതിനിടയിൽ കൈ കടത്തി വലിച്ചത് കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ താൻ മരിക്കാതെ അല്ലെങ്കിൽ മാരകമായ ഒരു സാഹചര്യത്തിലേക്കോ എത്താതെ, അത്രയും തീവ്രമായ ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ ഇരുന്നത് എന്നാണ് പെൺകുട്ടി പരാതിയിൽ ഉന്നയിക്കുന്നത്, സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് 307 എന്നുള്ള വകുപ്പ് കൂടി ഇതിനകത്ത് ചേർക്കണമെന്ന് കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും SP-ക്കും പെൺകുട്ടി പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, ഈ പരാതിയിലാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതും. അതിക്രൂരമായ മർദ്ദനമാണ് രാഹുൽ എന്ന 29-കാരൻ തന്റെ ഭാര്യയായ പെൺകുട്ടിയോട്, അതായത് കേവലം 7 ദിവസം മാത്രം പരിചയമുള്ള തന്റെ പങ്കാളിയോട് കാണിച്ചത്, അല്ലെങ്കിൽ അതിക്രൂരമായ മർദ്ദനമാണ് അഴിച്ചുവിട്ടത് എന്നുള്ള കാര്യം വ്യക്തമാണ്. പെൺകുട്ടി എന്തായാലും ആശുപത്രി വിട്ടിട്ടുണ്ട്. തലയ്ക്ക് കാര്യമായ ക്ഷതമേറ്റിട്ടുള്ളത് കൊണ്ട് അധികം സംസാരിക്കാൻ പാടില്ല എന്നൊരു സാഹചര്യത്തിലാണ് പെൺകുട്ടി ഇപ്പോൾ ഉള്ളത് തന്നെ. എന്നിരുന്നാൽ പോലും
ഈ പരാതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും നൽകിക്കഴിഞ്ഞു ഇതിനകം എന്നാണ്. അതും വധശ്രമം ഇതിൽ രാഹുലിനെതിരെയും അതുപോലെ എതിർകക്ഷികളായ രണ്ടാം കക്ഷിയും മൂന്നാം കക്ഷിയുമായ അമ്മയും മകൾ കാർത്തികയ്ക്കും എതിരെയും ഈ പരാതി ഈ കേസ് എടുക്കണം എന്ന ആവശ്യം കൂടി പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ വരൻ രാഹുലിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് യുവതി മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നത്.